മതി മതി. ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം. രാത്രി ഇച്ചിരി കുറഞ്ഞാലും സാരമില്ല. കഴിക്കൂ കഴിക്കൂ. രാവിലെയും വൈകുന്നേരവും നല്ല അഭ്യാസമൊക്കെ ചെയ്യേണ്ടതല്ലേ. പിന്നെ ഗുരുക്കളെ, ഹോട്ടലിൽ പൊളിച്ചു പണിയണമെന്ന് വളരെ നാളായിട്ട് ആഗ്രഹിക്കുക. അതെങ്ങനെ അവരവിടുന്ന് മാറിയിട്ട് വേണ്ടേ? ഗായത്രിക്കും സാവിത്രിക്കും അവര് വലിയ ശല്യായിട്ട് തീർന്നിരിക്കുക. പിന്നെ ഗുരുക്കൾക്ക് ഈ കമ്പ് ചെണ്ടെല്ലാം തരുമില്ല. അയ്യോ, കമ്പിന്റെയും വടിയുടെ ഒന്നും ആവശ്യമില്ല മാമി. എനിക്ക് ഈ ചൂണ്ട് വിരൽ മാത്രം മതി. ഈ വിരല? ആ, ഈ ചൂണ്ട് വിരൽ മർമ്മം നോക്കി അവന്മാരുടെ നേരെ ചൂണ്ടിയാ മതി. അവന്മാര് നിന്നിടത്ത് നനങ്ങില്ല. നിജമാവാ? നിജമൊന്നും ഞാൻ പറയില്ല മാമി, സത്യം മാത്രമേ പറയൂ. ഞാൻ എന്തെങ്കിലും തമാശ പറയുന്നത് സാവിത്രിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അതൊക്കെ വീട്ടിൽ ചെന്ന് പറയുന്നത് തെറ്റല്ലേ? പിന്നെ കളരിക്കാരനല്ല, കാരാട്ടക്കാരനാണെങ്കിലും എനിക്ക് പേടിയില്ല. ഞാൻ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നേടിയിരിക്കും. ആ സ്വഭാവം തടി കേടാക്കോലോ പ്രേമചന്ദ്ര. വേണ്ട, വിട്ടേക്ക്. സാവിത്രിക്കൂട്ട് പൊക്കോളൂ. ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. താനാരാ ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ദേ ഈ വിരല് കണ്ടോ? ഈ വിരല് നിന്റെ നേരെ ചൂണ്ടിയാ മതി. പിന്നെ നിന്നിടത്ത് നിന്ന് നീ അനങ്ങണമെങ്കിൽ ഞാൻ പറയണം. മനസ്സിലായോ? എന്താ പ്രശ്നം? കൂട്ടുകാരനെ എത്തിയല്ലോ. ഇനി വേറൊരുത്തും കൂടെ ഉണ്ടല്ലോ, അവനെ കൂടെ വിളിക്ക്. എന്തിനാ? ദേ എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കാം. ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. സ്വാമിയുടെ ലോഡ്ജിൽ നിന്നും വേഗം സ്ഥലം കാര്യാക്കുന്നതാണ് നല്ലത്. വെറുതെ എന്റെ കൈമനക്കെടുത്തിടും. സൗകര്യമില്ലെങ്കിൽ എന്താണ് ഗുരുക്കൾ ചെയ്യാൻ പോകുന്നത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചല്ലേ, അതുകൊണ്ടാണ് എന്റെ തച്ചോളി തറവാട്ടിനെ കുറിച്ച് വിവരമില്ലാത്തത്. ഉദയനന്റെ സിരകളിൽ ഒഴുകിയിരുന്ന അതേ രക്തമാണ് എന്റെ സിരകളിലും ഒഴുകുന്നത്. ഞങ്ങൾക്ക് അംഗം ജയിച്ച ചരിത്രമേ ഉള്ളൂ. വങ്ക പണ്ട് ആനപ്പുറത്തിരുന്നു വെച്ച് ഇപ്പൊ തപ്പി നോക്കിയാ തഴമ്പ് കാണില്ലടോ പുങ്ക. തന്റെ കളരിയും കയ്യാങ്കളിയൊക്കെ അങ്ങ് കൈ വെച്ചാ മതി. നാടൻ അടിയുടെ ചൂടറിഞ്ഞിട്ടില്ല അല്ലേ? അതിന്റെ കുഴപ്പമാ. ആ തച്ചോളി തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ മലബാറിലേക്ക് വലിയ നോക്കു ഗുരുക്കളെ. മലബാറിലേക്ക് പോണോ തിരുവിതാംകൂറിലേക്ക് പോണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഏതായാലും നിന്നെയൊക്കെ ഒതുക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഇപ്പൊ ഈ കളരി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് നമ്മളൊന്ന് വരത്താനാണ്. ഇവന്റെ ഈ അഭ്യാസങ്ങളൊക്കെ കണ്ട് നമ്മൾ ഉടനെ പേടിച്ചിറങ്ങിപ്പോകുന്നാണ് ഈ മണൂക്കം പട്ടര വിചാരിച്ചിരിക്കുന്നത്. എടാ, അവന് ചൂണ്ടുപറമ്പൊക്കെ അറിയാവുന്നാ പറയുന്നത്. അവനാ വിരലെടുത്തൊന്ന് നീട്ടിയാലേ നമ്മൾ സ്റ്റാച്ചു ആയി പോകും. അങ്ങനെ മർമ്മൊന്നും ഇല്ലടാ, അതൊക്കെ വെറുതെ പറയുന്നതാ. അവന്റെ ആരോഗ്യം കണ്ടില്ലേ? നമ്മൾ ശരിക്കും ഒന്ന് തുമ്മിയാ ആ കർക്കിടക്കുരി താഴെ വീഴും. കഴിയുന്നതും അവനോട് കൂടുതലൊന്നും ഉടക്കാൻ നിൽക്കണ്ട. ഈ കളരിയും മർമ്മവും പഠിച്ചവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്കിപ്പോ അതല്ല സംശയം. ആ കളരിക്ക് സ്വാമിയുടെ പെമ്മക്കളുമായിട്ട് വല്ല ലൈനുണ്ടോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. പെമ്പിള്ളേരല്ലടാ. തച്ചോളി ഉദയനെന്നും വീരപാണ്ഡ്യ കട്ടബൊമ്മനെന്നൊക്കെ പറഞ്ഞാല് ഏത് പെണ്ണും വീണുപോകും. ഏതായാലും ഇനി അവനെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. എത്രയും വേഗം അവൻ അവിടെ നിന്ന് പുറത്തു ചാടിക്കണം. അവനെ പുറത്ത് കാണിക്കാൻ ഒരു വഴി എന്താ? നമുക്കൊരു കരാട്ടെ ക്ലാസ് ചേരാം. പോടാ അവിടെ. അതല്ലാതെ വേറെ മാർഗം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പഴഞ്ചൻ കട്ടില് ഹൈറ്റുമില്ല. സ്വാമിക്ക് ഏതോ അമ്പലത്തിലെ ഉത്സവത്തിന് ചീപ്പായിട്ട് കിട്ടിയതാ ഈ കട്ടില്. കുഴപ്പമില്ല. താനെന്ത് വൃത്തിയിലാണ് കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഒന്ന് ഉറങ്ങാമെന്ന് കരുതി. ഓഹോ, ഉറങ്ങുന്നത് എന്റെ ലാ ബുക്സിന്റെ പുറത്ത് കട്ടിലെടുത്ത് വെച്ചിട്ടാണോ? അതെ, കട്ടിലിന് തീരെ ഉയരം കുറവ്, അതുകൊണ്ട് എടുത്ത് വെച്ചതാ. ഇപ്പൊ കറക്റ്റായി. 4 പുസ്തകത്തിന് ഒരേ ഹൈറ്റ് ആയത് വളരെ ഭാഗ്യായി. താനെന്താ കളിക്കണോ? ഒരൊറ്റ അടി വെച്ചെന്നുണ്ട്. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും, പക്ഷെ എന്റെ ബുക്കേ തൊട്ട് കളിച്ചാണ്ടല്ലോ. താൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ വക്കീലായത്? പിന്നെ എന്തിനാ കോപ്പി അടിക്കാനോ? നല്ല വെയിറ്റാ. വല്ല കടലാസ് കച്ചവടക്കാർക്കും കൊടുത്താ നല്ല വില കിട്ടും. ആ വില ഞാൻ തന്നാ പോരെ? നിങ്ങളോട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. തന്നെ ഇവിടെ കറ്റി കടത്തി ആ പരട്ട പട്ട ഞാൻ ഒന്ന് കാണട്ടെ. പത്രമൊക്കെ പിന്നെ വായിക്കാം. ഇനി വന്നേ.
എന്താ കാര്യം? ഇനി വന്ന ഒരു കാര്യം പറയട്ടെ സ്വാമി. എനിക്കിപ്പോൾ സമയമില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. സ്വാമി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സ്വാമി, മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ. അങ്ങേയറ്റം മാന്യമായിട്ടാണ് സ്വാമിയുടെ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. താനൊരു മാന്യനായിരുന്നെങ്കിൽ എന്റെ അനുവാദം കൂടാതെ ഇവിടെ വന്ന് താമസിക്കുമായിരുന്നില്ലല്ലോ. നിയമം ഒന്നും സ്വാമി എന്നെ പഠിപ്പിക്കണ്ട. ആ കളരിക്കാരനെ കണ്ടിട്ട് സ്വാമി കിടന്ന ആളായിരുന്നു. സാറേ ഒന്ന് പതുക്കെ പറ. ആ ഗുടിക്കളങ്ങനെ കേട്ടാ പിന്നെ പ്രശ്നമാവും. കേൾക്കട്ടെ, കാശ് കൊടുത്താൽ ഞങ്ങൾക്കും ആളെ കിട്ടും. മാർക്കറ്റിലെ റൗഡികളെ കൊണ്ടുവന്ന് കളരിക്കിട്ട് 2 കൊടുത്താലുണ്ടല്ലോ, പിന്നെ ആക്രിക്കട പോലും എടുക്കത്തില്ല. പേടിപ്പിക്കുന്ന സ്വാമി, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത്ര ബുദ്ധിമുട്ടി എന്തിനിവിടെ കഴിയുന്നു? ഇറങ്ങിപ്പോണം. മറ്റുള്ള പുഴയിലെ കുളി പോലെയല്ല പെരിയാറ്റിലെ കുളി. ദിവസം ഇവിടെ നിന്ന് കുളിച്ചാൽ നല്ല ആരോഗ്യമായിരിക്കും. അത് അപ്പുണ്ണി മാഷിന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്? അപ്പൊ മുമ്പ് ഇതിനേക്കാളും മോശമായിരുന്നോ? അങ്ങനെയല്ല, ഇപ്പൊ ഉടഞ്ഞു പോയതല്ലേ. പണ്ടെങ്ങനെ ഇരുന്ന ശരീരമാണെന്ന് അറിയാവോ? സാവിത്രി കുട്ടി വരൂ വരൂ. ഇനി മുതൽ സാവിത്രി കുട്ടിക്ക് ഈ മണപ്പുറത്തുള്ള ഏത് കടവിലും ധൈര്യമായിട്ട് വന്ന് കുളിക്കാം. ഒരുത്തനും വന്ന് ശല്യം ചെയ്യില്ല. ചില്ലറക്കാരനെയാണോ ആ പുണ്യമാഷ് പോയി കൊണ്ടുവന്നിരിക്കുന്നത്? കണ്ടില്ലേ ആ ശരീര ഒഴിവ്? മെയ് വഴക്കമാണെങ്കിൽ പറയേം വേണ്ട. എത്ര പേര് വന്നാലും തലങ്ങും വിലങ്ങും നടിച്ച് താഴ്ത്തിടും. കളരിക്കാർക്കല്ലാതെ ഇത് വേറെ ആർക്കെങ്കിലും പറ്റുമോ? പോരാത്തതിന് തച്ചോളി ഓതന്റെ കുടുംബത്തിലെ ഒടുക്കത്തെ കണ്ണി ഇത് പോയാൽ കഴിഞ്ഞു. എന്റെ അമ്മേ. അയ്യോ, എന്റെ കണ്ണിയറ്റ്. കുട്ടി പോയി കുളിച്ചോളൂ. വ്യായാമം ചെയ്ത് കുളി കഴിയുന്നവരെ അനന്തം കുരുക്കൾ ആരോടും അധികം സംസാരിക്കാറില്ല. അതില്ല, പോയിക്കോളൂ പോയിക്കോളൂ. അതെ അനന്തൻകുട്ടി, എനിക്കും കളരി അഭ്യസിച്ചാൽ കൊള്ളാന്നൊരു ചെറിയ മോഹമുണ്ട്. ഈ പ്രായത്തിൽ കളരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാഷെ. കൈകാലുകൾക്കൊക്കെ നല്ല ബലം വേണം. അതൊന്നും സാരമില്ലെന്നേ. 1-2 മുറകൾ എനിക്ക് കാണിച്ചതാ. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. എങ്കിൽ ചെയ്യാമോ? ചെയ്യാം. സൂര്യ നമസ്കാരമാവും അല്ലേ? ആവാം. റെഡി, നോക്കിക്കോ. സ്വാമി സ്വാമി. എന്ത് പറ്റി മാഷെ? മാഷെ എന്ത് പറ്റി മാഷെ? അതെ, ഇത് കുറച്ച് എളുപ്പമുള്ളതാ. ഇത് ഞാൻ വീട്ടിൽ പോയി ചെയ്തതാ. ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ളൂ പറഞ്ഞ. അത് ശരി. എന്നാൽ ശയന പ്രദക്ഷിണാവാം. കിടന്നോളൂ, കിടന്നോളൂ. അല്ല, അനുഗ്രഹമൊക്കെ ഉണ്ട്. മതി മതി മതി, കിടന്നോളൂ. ഭഗവാനെ അയ്യപ്പ ശരണം. മലർന്ന് മലർന്ന് കണ്ണെടുത്തോളൂ. വലത്തോട്ടുള്ളൂ, വലത്തോട്ട്. സ്പീഡില് സ്പീഡില് സ്പീഡില്. എന്നിട്ട് എത്രയാ വച്ചിരിക്കുന്നത്? കൂടുതലാണെങ്കിൽ എടുത്തോളാം. ഏതായാലും സാവിത്രിക്കുട്ടി വിളമ്പിയതല്ലേ, കഴിച്ചോളാം. ചട്നി ഒഴിക്കൂ. മതി. മാമിയില്ലേ? ഉണ്ട്, കടയിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. തച്ചോളി ഒതേനൻ അനന്തുവിന്റെ ആരാ? അത് എന്റെ ഒരു വല്യമ്മാവനായിട്ട് വരും. അതായത് എന്റെ മുത്തശ്ശിയുടെ ചേച്ചിയുടെ മകൻ. അല്ല, മുത്തശ്ശിയുടെ ചേച്ചിയുടെ അമ്മയുടെ മകൻ. പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്ന വാളും പരിചയും തോക്കും കത്തിയും വടിയും ഒക്കെ വീട്ടിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാ ഞാൻ കളരി പഠിച്ചത്. ഒതേന്റെ അമ്മാവനെ അനന്ത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ലേ, അടുത്ത കാലത്ത് ടി വിയിലുണ്ടായിരുന്നല്ലോ. ടി വിയിലോ? അമ്മാവനെ കുറിച്ചുള്ള സിനിമ തച്ചോളി ഒതേനൻ സത്യനൊക്കെ അഭിനയിച്ച അഞ്ജന കണ്ണെഴുതി എന്നുള്ള പാട്ടുള്ള കണ്ടില്ലേ? അതാണോ? നല്ല ഐശ്വര്യമുള്ള മുഖം. ഞങ്ങളുടെ തറവാട്ടില് എനിക്ക് മാത്രമേ ഒതേൻ അമ്മാവന്റെ മുഖം കിട്ടിയിട്ടുള്ളൂ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അത് ഒരു പരിധി വരെ ശരിയാണ്. അനന്ത് വന്നത് നന്നായി.
ഇപ്പൊ ഒരു പെമ്പിള്ളേര് ശല്യമൊന്നും ചെയ്യാറില്ല. ഞാൻ അവന്മാരെ ശരിക്കും വിരട്ടി നിർത്തിയിരിക്കല്ലേ. ഇപ്പോ താമസം മാറ്റാൻ വേറെ വീട് അന്വേഷിക്കുന്നതായിട്ടാണ് അറിവ്. ആഹാ, ഒരു ഇഡ്ഡലിയും കൂടെ കഴിക്കൂ. അയ്യോ വേണ്ട, പതിവില്ലാതെ എനിക്കിന്ന് ഇഡ്ഡലിയുടെ കണക്ക് തെറ്റി. ഒരു നിത്യ ബ്രഹ്മചാരി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നീലി ഭൃങ്ങാതിയാണ് ഏറ്റവും ഉത്തമം. പിന്നെ നല്ല കയ്യോന്നിയിട്ട് കാച്ചിക്കുറിക്ക് എണ്ണയും കൊള്ളാം. ഏതായാലും 2 നേരമുള്ള ഈ കുളി കുട്ടി വർജിക്കണം. പൊക്കോളൂ പൊക്കോളൂ. അന്തിപ്പിച്ചയ്ക്ക് വന്നവൻ അമ്മയ്ക്ക് നാരായെന്ന് പറഞ്ഞ കൂട്ടത്തിലായല്ലോ കാര്യങ്ങളൊക്കെ. എന്താ മാഷിന്റെ വീട്ടിൽ അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊമ്പനാനയെ കോണാനൊടുപ്പിക്കരുത്. കൊമ്പനാനെന്നല്ല, കഴിയുമെങ്കിൽ ഒരാനെയും കോണാൻ ഒടിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കളരി അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനന്തൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റഭ്യാസങ്ങളൊന്നും വേണ്ട. ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്തിട്ട് കിട്ടുന്ന കാശും പോക്കറ്റില്ല, വേഗം സ്ഥലം വിട്. അയ്യോ, മാഷ് പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. അല്പം വ്യായാമത്തിന്റെ കുറവുണ്ട്. ഭക്ഷണത്തിൽ നെല്ലിക്കയുടെ അംശം കൂട്ടണം. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി. കളരി ഈയിടെയായിട്ട് ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. എന്റെ ബലമായ സംശയം ആ പട്ടറുടെ 2 മക്കളിൽ ഒരെണ്ണം അവന്റെ വല വീണിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അത്ര എളുപ്പത്തിലൊന്നും ആ പെൺകുട്ടികൾ വല വീഴില്ല. നിനക്കങ്ങനെ അറിയാം? എനിക്കറിയാം. എന്ത് പറഞ്ഞാലും ശരി, എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. നമുക്ക് അവനെ വാച്ച് ചെയ്യാം. വേറെ ജോലിയില്ലേ നിനക്ക്? ഇങ്ങോട്ട് എഴുന്നേറ്റ് ഇവനെന്തത് പോണോ? അത് മാറ്റട്ടെ. ചേടാ, മണ്ണും ചരിയുന്നു പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. കളരിപ്പയറ്റ് കാണിച്ച് അവൻ അവളുടെ കരളിക്കയറി പറ്റി. സാവിത്രി കുട്ടിക്ക് എങ്ങനെ അബദ്ധം പറ്റി? അപ്പൊ ഇന്നത്തെ കാലത്ത് പേഴ്സണാലിറ്റിക്കൊന്നും ഒരു വിലയില്ലേ? ആ, എല്ലാ ദിവസവും ഇവിടെ വെച്ച് നമ്മളെ കാണുമ്പോ ആളുകൾ സംശയിക്കില്ലേ? എന്നാൽ നാളെ മുതൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് മീറ്റ് ചെയ്യാം. വേണ്ട, ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെടാ, അമ്പലപ്രേമി. ഇപ്പൊ മനസ്സിലായി താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്താണെന്നും. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? വലിയ സന്മാർഗ സദാചാരവാദി. ഇനി താൻ ഞങ്ങളെ ലോഡ്ജിൽ നിന്ന് ഇറക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. ഞാൻ ഈ വിവരം സ്വാമിയോട് ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാൻ നോക്ക്. ഞാൻ പോവാം, പക്ഷെ അതിനു മുമ്പ് ചിലരുടെ കാസറ്റ് പ്രേമം കൂടി സ്വാമിയെ അറിയിച്ചിട്ടേ ഞാൻ പോവും. എന്ത് കാസറ്റ്, എന്ത് പ്രേമം? കാസറ്റ് കൊണ്ടുള്ള നമ്മുടെ ഈ പ്രേമം അപകടമാണ്. അപ്പാക്കും മാമിക്കും ഏതാവത് തെരിഞ്ചാ എന്നുയിരേ പോയിടും. ഇപ്പോ കാസറ്റുകള് കോടതിയിൽ വരെ തെളിവായി സ്വീകരിക്കുന്നുണ്ട് അല്ലേ വക്കീലെ? കാസറ്റിന്റെ കോപ്പികൾ എന്റെ കൈവശമുണ്ട്. മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ സുഹൃത്ത് ഈ പൂച്ച കണ്ണടച്ച് രഹസ്യമായി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് ആശാൻ തന്നെ നേരിട്ട് പറഞ്ഞു തരും. ആ പിന്നെ സ്വാമിയെ കാണേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാ പറഞ്ഞാ മതി. നമുക്ക് 2 പേർ കൂടെ ജോഡിയായിട്ട് പോവാം. സോറി ബ്രദേഴ്സ്, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ലീക്ക് ആവൂന്ന് പേടിച്ചിട്ടാ. ഓ, സ്വാമിയുടെ വീക്ക് കിട്ടും പറയും. അതെ, ഇനി ആ കളരി ഇവിടെ നടന്നത് മുഴുവൻ ആ സ്വാമിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ചളമാക്കുമെന്ന. ഞാൻ ആകെ നെർവസ് ആണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നീ വലിയ അഡ്വക്കേറ്റ് അല്ലേ, എന്നെ എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കടാ. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുമോ? അനുസരിപ്പിക്കുന്ന ഞാൻ ഏറ്റു. നീ പറ. ഇത് നിന്റെ പ്രസ്റ്റീജിന്റെ കാര്യമാണ്. അതെ, അനന്തന്റെ മുന്നിൽ നീ തോൽക്കാൻ പാടില്ല. ഇല്ല. അതുകൊണ്ട് നീ അവന്റെ കാല് പിടിക്കണം. അതെ, അത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ അവനെ കയ്യിലെടുത്ത് പരസ്പരം സഹായിച്ച് നിങ്ങളുടെ പ്രേമങ്ങൾ ഇങ്ങനെ പോവണി. അത് കണ്ട് നീ ഇങ്ങനെ വായിൽ വെള്ളം ഇറക്കി ബ്ലാ 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 എന്ന് നടന്നോ. ഇതിപ്പോ നിങ്ങൾ ബന്ധുക്കളായി കോബ്രദേഴ്സ് 2 പേരും കൂടി ചേർന്ന് എന്നെയും പ്രേമനെ ഇവിടുന്ന് ഇറക്കി വിടുമോന്നാ എന്റെ പേടി. ഏയ്, അങ്ങനെ തലമറന്ന് എണ്ണ തേക്കുന്നവരൊന്നും അല്ല ഞങ്ങള്. അല്ലേ അനന്താ? ഞാൻ തലയിൽ എണ്ണയെ തേക്കാറില്ല. അതാണ് തുടക്കത്തിൽ ഞങ്ങളോട് ചൂടായിട്ട് പെരുമാറിയത് അല്ലേ? ഇനി നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം അല്ലേ? പിന്നെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന് സാക്ഷികളായി കണ്ടുവച്ചിരിക്കുന്നത് ജോസിനെയും പ്രേമനെയും ഒക്കെയാണ്. അത് നന്നായിരിക്കുന്നു. സ്വാമി പോയോ? കണ്ണാടിക്കൂട്ടിലെ പലഹാരങ്ങൾ തീർന്നിട്ടില്ല. ഉണ്ടാക്കി വെച്ച പലഹാരങ്ങൾ തീരാതെ സ്വാമി വീട്ടിൽ പോകുന്ന ചരിത്രം ഇല്ലല്ലോ. ശരി, ആദ്യം നമുക്ക് ഓരോന്ന് വീശാം. നാരായണന്റെ പാലെത്ര? രാവിലെ 3 ലിറ്റർ, വൈകിട്ട് 2 ലിറ്റർ. 5 ലിറ്ററോ?
നാരായണ ഇതാ 3 ലിറ്ററിന്റെ കാശ് ഇപ്പൊ വാങ്ങിച്ചോ, ബാക്കി നാളെ തരാം. നാളേതി നീളേതി ഞങ്ങൾ റേഷൻ വാങ്ങിച്ചോടെ സ്വാമി. റേഷനോ പട്ടയോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കേ. ഓ പട്ട ഓ പാലിന് കണ്ടമാനം കാശാവുന്നുണ്ടല്ലോ, കുറയ്ക്കാൻ എന്താ ഒരു മാർഗം? സ്വാമിയുടെ രാവിലെ വൈകിട്ടുള്ള പാലുടി നിർത്തണം. ശരി, ഇതാ ഇന്നു മുതൽ പാൽ കൂടി നിർത്തിയിരിക്കുന്നു. നിർത്തിയല്ലോ? നിർത്തി. ഓക്കെ. നീ ആ നാരായണന്റെ കട അടക്കുന്നതിന് ഒരു 3-4 സോഡയും വാങ്ങിച്ചേ. ஏய் என்னடா மாடியில ஒரு கும்பமேளம், நம்ம அனந்தம் இல்லையா அங்கே? ഉണ്ടല്ലോ, ഞാനല്ലേ ഇപ്പൊ പൊറോട്ട ഇറച്ചിയെല്ലാം വാങ്ങിച്ചു കൊടുത്തത്. എന്താ ബഹളം? നമ്മൾ തമ്മിൽ ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യം സ്വാമി അറിയരുത്. എനിക്ക് കളരി അറിയില്ല, ഞാൻ കളരി ആശാനുമല്ല. യെസ്, കളരിപ്പയറ്റ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊരു ചുക്കും അറിയില്ല. എന്റെ ചേട്ടനാ യഥാർത്ഥ കളരി ആശാൻ അനന്തൻ. ഞാൻ അപ്പുക്കുട്ടനാ, വെറും അപ്പാവി അപ്പുക്കുട്ടൻ. ചേട്ടൻ വീട് നോക്കാതെ നാടോടിയായിട്ട് നടപ്പാം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മ, കല്യാണപ്രായമെത്തിയ 2 സഹോദരിമാര്. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാ ആരുടെങ്കിലും തല്ലുകൊണ്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് കളരി ആശാൻ അനന്തനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിവൃത്തിയുടെ കൊണ്ടാ. ആരോ വരുന്നുണ്ട്. അനന്തം കുരിക്കളെ സ്വാമി വിളിക്കുന്നു. ഞാനിതാ ഇപ്പൊ വരാന്ന് പറയൂ. ശരി, ചെല്ല് പോയിക്കാം. സ്വാമിക്ക് സംശയം വല്ലതും തോന്നിയിട്ടുണ്ടാവും. സാരമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. യു ഡോണ്ട് വറി. സ്വാമി എന്താ വിളിച്ചത്? എന്താണെന്താ, നീയും അവരുടെ കൂടെ കൂടിയോ? സ്വാമി, ഇതൊക്കെ എന്റെ ഒരു നമ്പരല്ലേ? മനസ്സിലായില്ല. ഈ തൂക്കിക്കൊല്ലാൻ പോകുന്നതിന് മുമ്പ് കൊലക്കേസ് പ്രതികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കാറില്ലേ? ഏതായാലും അടുത്ത ആഴ്ച ഞാൻ അവന്മാരെ അടിച്ച് സൂപ്പാക്കി പദം വരുത്തി ഇവിടുന്ന് ഇറക്കി വിടാൻ പോവാണ്. അതിന്റെ പാപം എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തതാ. അപ്പോ ഇത് അവന്മാരുടെ അവസാനത്തെ അത്താഴമാണല്ലേ? ആ, അന്ത്യനാളുകളിലെ അത്താഴങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അകത്ത് പോടാ. എന്തിനാണ് ഇത്ര അത്യാവശ്യമായിട്ട് അവരെ കാണണമെന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് ഈ കാസറ്റ് പരിപാടി വലിയ വശമില്ലാത്തതുകൊണ്ട് നേരിട്ട് വന്ന് കളരിപ്പയറ്റ് കാണിച്ചു കൊടുക്കാൻ. ദേ കളിയാക്കല്ലേ, ഞാൻ കളരി പഠിക്കാത്തത് കഴിവില്ലാഞ്ഞതുകൊണ്ടൊന്നുമല്ല. ബുദ്ധിയില്ലാത്തോണ്ടാ? അതൊരു കാരണം. പക്ഷേ മെയിൻ ആയിട്ട് ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാ. എനിക്ക് ഭയമാർക്കൊക്കെ യാരാவது பார்த்தா എന്താ ഇത്ര ലേറ്റ് ആയത്? ആരെങ്കിലും കാണുമോന്ന് ഇവൾക്ക് ഭയങ്കര പേടി. എന്തിനാ പേടിക്കുന്നത്? കളരി കുരുക്കളല്ലേ കൂടെ ഉള്ളത്. തച്ചോളി മരുമകൻ ചന്തു. മുരളി, എന്താണ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണോ? ഞങ്ങൾ അങ്ങോട്ട് മാറാം. വാ, അത് വേണ്ട, സംഘടിതമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. എല്ലാം പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. എനിക്ക് പേടിയാവുന്നു. വല്ലവരും കാണുമെന്നുള്ള പേടിയാണെങ്കിൽ മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോവാ. ആ, ഏയ്, ഒന്ന് വണ്ടി നിർത്തണം. ഒരാളിറങ്ങാനുണ്ട്. ഏ ഡ്രൈവർ, ഏ മനുഷ്യ, ഒന്ന് വണ്ടി നിർത്തണം. ഒരാളിറങ്ങണം. ഹലോ, പറഞ്ഞ വണ്ടി നിർത്തരില്ലേ? പറഞ്ഞാൽ നിർത്താത്തതുകൊണ്ടാണല്ലോ അടിച്ചു നിർത്തിയത്. എവിടുന്ന് വരണ കുറ്റി മറിച്ച്? ഊളം പറഞ്ഞു പോടോ. അയ്യോ, അമ്മ, എവിടെ? അതാ. എന്ത് ചെയ്യും?